ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളൊരു പുതിയ വീക്കിലേക്ക് കടക്കുകയാണ്. സെപ്റ്റംബർ സീരീസ് തുടങ്ങി വെള്ളിയാഴ്ച ആദ്യ ദിവസമായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ നൽകിയത്. നിഫ്റ്റിയിൽ ട്രേഡിംഗ് റേഞ്ച് വളരെ കുറവായിരുന്നുവെങ്കിലും ഒരാഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു 400 പോയിന്റിന്റെ റേഞ്ചിലാണ് നിഫ്റ്റി കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. പക്ഷേ വീക്ക്ലി ക്ലോസിംഗ് വരുന്നത് ഒരു വീക്ക് ഹൈ എന്ന രീതിയിൽ തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നൽകുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സെപ്റ്റംബർ സീരീസ് റോൾ ഓവർ ഡാറ്റയൊക്കെ കാണിക്കുന്നത് വളരെ പോസിറ്റീവാണ്. സോ കുറച്ചുകൂടി അപ്സൈഡ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 12 ദിവസമാണ് നിഫ്റ്റി ഗ്രീൻ ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. ഇത് ഒരു റെക്കോർഡ് കൂടിയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്സൈഡ് വന്നത്. ഗ്ലോബൽ മാർക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റും നെഗറ്റീവുകളൊന്നുമില്ല. വലിയ പോസിറ്റീവ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് Q1 റിസൾട്ട് സീസണൊക്കെ കഴിഞ്ഞു. പിന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഔട്ട്ലുക്കുകൾ മാത്രമാണ് ഉള്ളത്. പിന്നെ ഷുഗർ സ്റ്റോക്കുകളിൽ ഷുഗർ ക്യാപ്സ്, എഥനോൾ ബ്ലെൻഡിങ്ങിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തൊക്കെ ആ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ചില പോസിറ്റീവ് ന്യൂസുകൾ കൊണ്ടുവന്നു. ഇനി RBI ഭാഗത്ത് വന്നിരിക്കുന്ന ഡാറ്റ GDP-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു നെഗറ്റീവാണ്. പക്ഷേ ഗ്രോത്ത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഔട്ട്ലൈൻ തന്നെയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലൊരു ഇടിവിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അപ്പോൾ ന്യൂ ഹൈയിലാണ് മാർക്കറ്റ്. 25,235 ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. നമുക്കിനിയിപ്പോൾ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് 25,300-350 റേഞ്ചാണ്. സോ 25,300-350 ഇടയിൽ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ അതേസമയം ഇനി അടുത്ത ശക്തമായിട്ടുള്ള സപ്പോർട്ട്സ് ആണെന്ന് പറയുന്നത് 25,000-21,100 എന്ന് പറയുന്ന ആ ഒരു ബ്രോഡ് 100 പോയിന്റ് റേഞ്ചിലാണ്. അവിടെ ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് നിഫ്റ്റിക്ക് വിചാരിക്കുന്നത്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകളിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ചയും പോസിറ്റീവ് ക്ലോസിങ്ങിനാണ് നൽകിയിരിക്കുന്നത്. ക്രൂഡിൻ്റെ വിലയിലും ഇന്ത്യക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലെവലിൽ തന്നെയാണ് ഉള്ളത്. സോ അതും ഇന്ത്യക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ക്രൂഡിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള മൊമെൻറ്റം ഇല്ലാത്തത്. അതേസമയം സെപ്റ്റംബർ മാസത്തിലുള്ള പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിങ്ങിൽ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമെന്ന് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു റാലി തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിലും അതിനെ തുടർന്ന് മറ്റു മാർക്കറ്റുകളിലും ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കും ആയിട്ടുള്ള ആക്ഷൻസിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം ഈ ആഴ്ച നമ്മൾ നൽകേണ്ടത്. ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ വലിയൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രമാണ് മൊമെൻറ്റം ഉള്ളത്. അതുകൊണ്ട് തന്നെ പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഓഹരി ഉടമകളെ സംബന്ധിച്ചിട്ട് നിരാശമാണ്. പക്ഷേ നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നു. പക്ഷേ തൻ്റെ സ്റ്റോക്കുകളിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാത്തത് ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. പക്ഷേ അത് കാര്യം ഇതാണ്, പുതിയൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആരും തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നില്ല. ട്രേഡേഴ്സ് ആയാലും അവരുടെ പൊസിഷൻസ് കൂടുതലാക്കാനൊന്നും സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഒരു ഭയമാണ്. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ഏത് സമയത്ത് കറക്ഷൻ വരുമെന്നുള്ള ഒരു ഭയം തന്നെയാണ്. പിന്നെ വീക്കെൻഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് പൊസിഷൻസ് സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മടി കൂടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഓവറോൾ ഒരു ട്രെൻഡ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. കുറച്ചുകൂടി ലിമിറ്റഡ് മീൻസ് അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 25,300-350 ഒരു പ്രധാനപ്പെട്ട സോണാണ്. അതിനുശേഷം മാത്രമാണ് പുതിയ ഒരു ലെഗിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ കുറച്ച് കോഷ്യസ് അപ്രോച്ച്, വളരെ ലിബറലായിട്ടുള്ള അപ്രോച്ച് മാർക്കറ്റിൻ്റെ എടുത്തുകൊണ്ട് കൂടുതൽ ഫണ്ട് കമ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം ഇപ്പോഴില്ല. 25,500 നമ്മുടെ ലോങ് ടേം നിഫ്റ്റി ടാർഗറ്റ്. പക്ഷേ അതിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ കറക്ഷൻ. പക്ഷേ അമേരിക്കൻ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഒരു ചെറിയ സിഗ്നൽ എവിടെയോ ഒരു ചെറിയ കറക്ഷനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു രണ്ടിലുമുള്ള ഒരു ക്ലോസിംഗ് ആണ് വരുന്നത്. പക്ഷേ എനിവേ വലിയൊരു സ്ട്രോങ് സിഗ്നലൊന്നുമില്ല കറക്ഷൻ്റെത്. നമുക്ക് നോക്കാം, ലെവലുകൾ നോക്കി അതിനുശേഷം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലിയ രീതിയിൽ നടത്താം. അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പൊസിഷൻസ് അപ്സൈഡുകളിലേക്ക് ചെറിയ ചെറിയ രീതിയിൽ ബുക്ക് ചെയ്ത് പോകാം. എന്നിട്ട് ഫ്രഷ് പൊസിഷൻസിലായിട്ട് നമുക്ക് ലെവലുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാമെന്നുള്ളത് തന്നെയാണ് അപ്രോച്ച്. വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 5,318 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,198 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നു. FIIസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും പൊസിഷൻ പോസിറ്റീവ്സ് ആണ്. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് ഫിഗർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവ്. അവരുടെ പൊസിഷൻസും കാണിക്കുന്നത് ചെറിയ രീതിയിലുള്ള അപ്സൈഡിനുള്ള സാധ്യതകൾ തന്നെയാണ്. ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നമുക്ക് തിങ്കളാഴ്ച അമേരിക്കൻ വിപണികൾ അവധിയാണ്. ലേബർ ഡേ പ്രമാണിച്ച് അവധി വരുന്നു.
അതേസമയം വെള്ളിയാഴ്ച അടുത്ത സെപ്റ്റംബർ 6 കൂടുതൽ ഡാറ്റ അമേരിക്കയിൽ നിന്നും പ്രധാനമുള്ള ഡാറ്റകളുള്ളത്. അതിലൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഓഗസ്റ്റിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും അതുപോലെ തന്നെ നോമാൻ പേറോൾ ഡാറ്റയുമാണ് ഓഗസ്റ്റിലെ. അതേസമയം ബുധനാഴ്ച ഡാറ്റകൾ ഒരുപാടുണ്ടെങ്കിലും മാർക്കറ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുള്ള ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ബുധനാഴ്ച വരുന്നുണ്ട്. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി ലെവലും ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതായത് ട്രേഡ് ബാലൻസ് ഡാറ്റയും കാര്യങ്ങളൊക്കെയാണ് വലിയ പ്രധാനപ്പെട്ട ഡാറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് യൂസിൽ നിന്നുള്ളത്. പിന്നീട് നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് തന്നെയായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യത. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ, അഡ്വൈസറി പ്രൊഡക്റ്റ് ആയാലും അതുപോലെ തന്നെ സ്റ്റോക്ക് സജഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഇങ്ങനെയുള്ള സർവീസുകൾ ഓഫർ ചെയ്യുന്നത്. സോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴിയോ അല്ലെങ്കിൽ ആ നമ്പറുകളിലോ മാത്രം ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുക. വളരെ നോമിനലായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് സർവീസുകൾ ഓഫർ ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സർവീസ് അവൈൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ച കൂടുതലും സെക്ടറിൽ, അതായത് കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ചയോട് കൂടി ഫോക്കസ് വന്നിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ടെലികോം തന്നെയാണ്. വെള്ളിയാഴ്ചയായിരുന്നു ടെലികോം സെക്ടറിൽ സുപ്രീം കോർട്ട് അവരുടെ വോഡാഫോൺ ഐഡിയ അതുപോലെ തന്നെ ഭാരതി എയർടെൽ കൂടി കൊടുത്തിരിക്കുന്ന അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ AGR റവന്യൂയുടെ കുറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്തത്, അല്ലെങ്കിൽ ഫയലിൽ സ്വീകരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നിരുന്നു. അതിനുള്ള കാരണം തീർച്ചയായിട്ടും പുതുതായിട്ടുള്ള വാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മീഡിയാസിന് ലഭിച്ചിട്ടില്ല. കാരണം അതൊരു ക്ലോസ്ഡ് ഡോർ വാദങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാദങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, അതുപോലെ തന്നെ AGR റവന്യൂവിലെ ചില വിട്ടുവീഴ്ചകൾക്ക് കമ്പനികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഭാരതി എയർടെൽ ആയാലും ശരി, വോഡാഫോൺ ഐഡിയയിലും ചെറിയ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടു. കൂടുതലും എനിക്ക് തോന്നുന്നു പോസിറ്റീവ്നെസ് വന്നത് ഭാരതി എയർടെല്ലിൽ തന്നെയാണ്. സോ ഭാരതി എയർടെല്ലിൽ ഒരു ഗ്രോത്ത് മൊമെൻറ്റം കാണുന്നു. ടെലികോം സെക്ടറിൽ ഇതുപോലെ ഒരു അനുകൂലമായിട്ടൊരു വിധി കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാരതി എയർടെല്ലിന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻഡസ് ടവറിൻ്റെ ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി ഇൻഡസ് ടവറിൽ ഏറ്റവും വലിയ ഓഹരി ഉടമകൾ ഒരു ഭാരതി എയർടെല്ലിൻ്റെ സബ്സിഡറി ആയിട്ട് ഇൻഡസ് ടവർ മാറും എന്നുള്ള കാര്യങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് സംസാരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ലൈം ലൈറ്റിൽ വരുമെന്നുള്ളത്. സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. HDFC ലൈഫ് ആയാലും ശരി, ഇപ്പോൾ LIC ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയായി ഇവരുടെ കണ്ടിരിക്കുകയാണ്. അവരുടെ സറണ്ടർ വാല്യൂ റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻസ് പുനഃക്രമീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ എനിക്ക് തോന്നുന്നു വീണ്ടും ലൈഫ് ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ വീണ്ടും ഒരു ഫോക്കസ് വരാനുള്ള സാധ്യതകളാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് HDFC ലൈഫ് തന്നെയാണ്. HDFC ലൈഫ് ലോങ് ടേമിൽ തീർച്ചയായിട്ടും പോസിറ്റീവ്നെസ്. അണ്ടർ ഇൻഷുർഡ് ഇന്ത്യ. ഇപ്പോഴും ഗ്രോത്ത് അവിടെ വരാനുണ്ട്. നമ്മളിപ്പോഴും നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കവറേജ് ഇപ്പോഴും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ജനറൽ ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും ഏതായാലും. അപ്പോൾ അണ്ടർ ഇൻഷുർഡ് ആയിട്ടുള്ളൊരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് അത് ആ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്ന അവയർനെസ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് പെനിട്രേഷൻ കൂടുമ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ LIC ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് അവരുടെ സെക്യൂരിറ്റീസ് അസംഷനുമായിട്ട് ബന്ധപ്പെട്ട സറണ്ടർ വാല്യൂ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതുമായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഫോക്കസിൽ വരാൻ സാധ്യത ഇങ്ങനെയുള്ള കമ്പനികൾ തന്നെയായിരിക്കും. അതിൽ SBI ലൈഫാണ് എനിക്ക് കുറച്ചുകൂടി പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത്. SBI ലൈഫ് ഇപ്പോൾ ഏകദേശം 1800-850 നിലവാരത്തിലാണുള്ളത്. ഒരു 2000 രൂപയൊക്കെ പോകാനുള്ള സാധ്യതകൾ SBI ലൈഫിന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സോ SBI ലൈഫ്, ഇപ്പോൾ HDFC ലൈഫ്, ഈ രണ്ട് കമ്പനികൾ ഇൻഷുറൻസ് സ്പേസിൽ നിന്നും വളരെ പ്രോമിനൻ്റ് ആയിട്ട് തോന്നുന്ന രണ്ട് കമ്പനികളായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ റിലയൻസിൻ്റെ AGMുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ സ്വാഭാവികമായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. റിലയൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ബിസിനസ് സെഗ്മെൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ ആയാലും ജിയോ ആയാലും ഡബിൾ ഡിജിറ്റ് ഇബിറ്റ ഗ്രോത്താണ് കാണിക്കുന്നത്. റിലയൻസ് ജിയോയുടെയും ഏകദേശം 25% ഗ്രോത്തും റീറ്റെയിലിൻ്റെ ഏകദേശം 19% ഇബിറ്റ ഗ്രോത്തുമാണ് CGRൽ 2024-26 സാമ്പത്തിക വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഗ്രോത്ത് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ആയിട്ട് ചെയ്തോ അല്ലെങ്കിൽ പുതിയ സ്റ്റോറുകൾ ആഡ് ചെയ്യുന്നു. റീറ്റെയിലാണെങ്കിൽ കൺസ്യൂമർ സെൻറ്റർ ആയിട്ടുള്ള അപ്രോച്ച് ജിയോ സ്വീകരിക്കുന്നു. 4 കോടിയോളം പുതിയ വരിക്കാരെ അവർ ചേർക്കുന്നു. പുതിയ താരിഫ് ഹൈക്ക് ഉണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് കൂടി വരും. അതേസമയം ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ റിഫൈനിങ് മാർജിൻ പെട്രോ കെമിക്കൽ സെഗ്മെൻറ്റ്സിൽ കറണ്ട് ലെവലിൽ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. നെറ്റ് കപ്പാസിറ്റി അവർ ആഡ് ചെയ്യുന്നുണ്ട്.
ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 2025 ഒരു നല്ല ബെനിഫിറ്റുള്ള വർഷം തന്നെയായിരിക്കും. വോളിയം വൈസ് ആയാലും റീറ്റെയിൽ സെഗ്മെൻറ്റ് വൈസ് ആയാലും ഇനി ജിയോയുടെ കാര്യം എടുത്താലും പുതിയ എഡിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു. ജിയോ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നു. സോ റിലയൻസ് ഏത് തരത്തിലും ഞാൻ അന്ന് ആ ഒരു വീഡിയോയിലും എൻ്റെ ഒരു വ്യൂ പറഞ്ഞതാണ്. സോ റിലയൻസ് നമ്മളെ സംബന്ധിച്ചിട്ട് പോർട്ട്ഫോളിയോക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. ചെറിയ രീതിയിലെങ്കിലും ഈ റിലയൻസിൻ്റെ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോക്ക് ഗുണം ചെയ്യും. നമ്മുടെ കൺസ്ട്രക്ഷനിലെ LNT എങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ റിലയൻസ് ഓരോ ഡിപ്സിലും ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ല, കുറച്ച് വർഷങ്ങളിൽ. കാരണം ഇത് ഡീമർജ് ചെയ്ത് പോകും. അടുത്ത വർഷം 2 വർഷം കഴിയുമ്പോൾ റീറ്റെയിൽ സ്വാഭാവികമായിട്ട് ഡീമർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓഹരികൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പണ്ടേ റിലയൻസ് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജിയോ ഫിനാൻഷ്യൽസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ പല ബിസിനസ്സുകൾ സെഗ്മെൻറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അതിൻ്റെ ഓഹരികൾ ഡീമർജ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇനിയിപ്പോൾ സെപ്റ്റംബർ 5 ബോർഡ് മീറ്റിംഗ് ഉണ്ട് റിലയൻസിൻ്റെത്. അപ്പോൾ അത് 1:1 ബോണസ് ചിലപ്പോൾ പാസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പം ബോണസ് ഷെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന ഷെയറുകൾ ഇരട്ടിയാവും. അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഗ്രോത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്റ്റോക്ക് തന്നെയായിരിക്കും റിലയൻസ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 3450 തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിലയൻസിന് കാണുന്ന ടാർഗറ്റ്. പല ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സും റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് റിസർച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഞാനത് നമ്മുടെ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ റിലയൻസ് ആണ് മറ്റൊരു നമുക്ക് ലോങ് ടേം ഗ്രോത്തിൽ പലരും ചോദിക്കാറുണ്ട് വലിയ ലോങ് ടേമിലൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്. അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ഡൗൺ സൈഡ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് LNT, റിലയൻസ്, അതുപോലെ തന്നെ അദാനി എൻ്റർപ്രൈസസ് പോലുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ റിലയൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരാഴ്ച ലൈം ലൈറ്റിൽ നിന്നത്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ഫോക്കസിലേക്ക് വന്നത് ബിർള കോർപ്പറേഷനാണ്. ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. കമ്പനി മിക്കവാറും ഈ സിമെൻറ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ക്ലിങ്കർ അതുപോലെ തന്നെ സിമെൻറ്റ്. അതിന് പുറമെ ഇവർ ജൂട്ട് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലേക്ക് ഇവർ ജൂട്ട് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സിമെൻ്റ് ഉണ്ട്, ജൂട്ട് പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ ചില മറ്റ് പ്രൊഡക്റ്റുകളും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവരുടെ ജൂട്ട് പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ യൂറോപ്യൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിന്നും എനിക്ക് ഒരു 20-30% അപ്സൈഡ് കാണിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് ബിർള കോർപ്പറേഷൻ. നമ്മളൊരിക്കൽ നമ്മുടെ സ്റ്റോക്ക് കൃത്യമായിട്ടും റിസർച്ച് നോട്ട്സ് അടക്കം അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മുടെ ചാനലിൽ. അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ബിർള കോർപ്പറേഷൻ 1-2 സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിർള കോർപ്പറേഷൻ ഒരിക്കൽ പ്രോഫിറ്റിൽ എക്സിറ്റായി വീണ്ടും അത് നമ്മുടെ വാങ്ങുന്ന ലെവലിലേക്ക് വരുന്നുണ്ട്, വാങ്ങാമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു വാങ്ങാം. നമുക്കൊരു 20-30% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ബിർള കോർപ്പറേഷൻ. വലിയൊരു പൊസിഷൻ മാർക്കറ്റിങ്ങിൻ്റെ അവസ്ഥയിലായതുകൊണ്ട് വലിയൊരു പൊസിഷൻ എടുക്കേണ്ട, പക്ഷേ ഘട്ടങ്ങളായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു ഓഹരിയാണ് ബിർള കോർപ്പറേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ലൈം ലൈറ്റിലേക്ക് വരുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെലിവറി, അതായത് ലോജിസ്റ്റിക് സെക്ടർ തന്നെയാണ്. അതിൽ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് പറയുന്നു. 2024 വളരെ സ്ലോ ഗ്രോത്ത് ആയിരുന്നു. 2025 ഫസ്റ്റ് ക്വാർട്ടറും ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ലോജിസ്റ്റിക്സ് സെഗ്മെൻറ്റിൽ മൊത്തമായിട്ട് ലോങ് ടേം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. കാരണം അർബൻ മേഖലകളിൽ അർബനൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ കൺസ്യൂമർ ഡിമാൻഡ് കൂടുന്നു. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഡെലിവറി, കൺസ്യൂമർ പ്രിഫറൻസ് മാറുന്നു. ഫാസ്റ്റർ ഡെലിവറി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് എനിക്ക് തോന്നുന്നു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇൻഫ്രാസ്ട്രക്ചറിലും നെറ്റ്വർക്ക് എക്സ്പാൻഷനിലും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. അതുതന്നെ എയർ ലോജിസ്റ്റിക്കിനേക്കാൾ കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്നത് സർഫേസ് ലോജിസ്റ്റിക്സിൽ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എയർ കാർഗോ അവരുടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് കുറച്ചുകൂടി നമുക്ക് ഞാനെല്ലാം സേഫായിട്ടുള്ള സ്റ്റോക്സുകളാണ് പറയുന്നത്. കുറച്ചുകൂടി മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിലും നമുക്ക് സേഫായ ഡൗൺ സൈഡിൽ വരികയാണെങ്കിലും തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സെഗ്മെൻറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. സോ ബ്ലൂ ഡാർട്ട് എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് നമുക്കൊരു 9,500 to 10,000 റേഞ്ചിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ടാണ്. മൊത്തത്തിൽ ആ ഒരു സെഗ്മെൻറ്റ്, ലോജിസ്റ്റിക് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. നമ്മുടെ സ്വിംഗ് ഈസ് കിങ് മെമ്പേഴ്സിന് വേണ്ടി സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്. ഒരു 1 ഇയർ പിക്ക് എന്ന രീതിയിൽ 64-65 റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച അത് 75 വരെ ഏകദേശം വരികയുണ്ടായി. സോ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്, ബ്ലൂ ഡാർട്ട്, ഇതൊക്കെ ഒരു 1 ഇയർ പ്രോസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നു. കഴിഞ്ഞ 2 വർഷത്തെ ആ ഒരു തളർച്ചയ്ക്ക് ശേഷം ഈ ഒരു സെഗ്മെൻറ്റ്, ലോജിസ്റ്റിക് സെഗ്മെൻറ്റ് പതുക്കെ റിക്കവർ ചെയ്ത് വരികയാണ്. അപ്പോൾ ബ്ലൂ ഡാർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വളരെ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ബ്ലൂ ഡാർട്ട്. അതുപോലെ തന്നെ ചെറിയ സെഗ്മെൻറ്റ് നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ഒരു 64-68 റേഞ്ചിൽ നമുക്ക് നോക്കിയാലും
എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 90 അബോ വരാൻ ഒരു 1 ഇയർ 1.5 ഇയറിൽ സാധ്യതയുള്ള സ്റ്റോക്കാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റമാണ് ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ളതെന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത ജിയോ ഫിനാൻഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജിയോ ഫിനാൻഷ്യൽസ് ജിയോ പേയ്മെൻറ്റ് ബാങ്കിൽ അവരുടെ ഓഹരികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് 68 കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത്. ഏകദേശം അതോടുകൂടി 82% അവരുടെ ഹോൾഡിങ്സ് കൂടിയിരിക്കുകയാണ്. ഏകദേശം 6.8 കോടി ഓഹരികളാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 79% ഹോൾഡിങ്സ് ഇപ്പോൾ 82.17% വർദ്ധിച്ചിട്ടുണ്ട്. സോ ജിയോ ഫിനാൻഷ്യൽസ് ജിയോ പേയ്മെൻറ്റ്സിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ യെസ് ബാങ്കിൽ നിന്നും കഴിഞ്ഞ 20 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു എംപ്ലോയി, അവരുടെ അമിത് സുരേഖ എന്ന് പറയുന്ന ഒരാളെ അവർ കഴിഞ്ഞ 20 വർഷമായിട്ട് യെസ് ബാങ്കിൻ്റെ കൂടെയുള്ളതായിരുന്നു. അവരുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെഡായിരുന്നു. അവരെ പെട്ടെന്നൊരു മുന്നറിയിപ്പും കൂടാതെ അവർ പുറത്താക്കിയിരിക്കുന്നുള്ള വാർത്ത വന്നു യെസ് ബാങ്കിൽ. പക്ഷേ യെസ് ബാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ എക്സ്ചേഞ്ചിനൊക്കെ കൊടുക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊരു ബാങ്കിങ് ഫ്രോഡുമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുറത്താക്കലല്ല, HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽസിലോ അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ബാങ്ക് കൃത്യമായിട്ട് വാർത്താക്കുറിപ്പിൽ എക്സ്ചേഞ്ചിനെയും മറ്റും അറിയിച്ചിട്ടുണ്ട്. പിന്നെ വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സെഗ്മെൻറ്റ് പവർ സെഗ്മെൻറ്റാണ്. പവർ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ പവർ സെക്ടറിൽ വളരെയേറെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്, ഒരു സെക്ടർ കൂടിയാണ്. പവർ ഓഹരികൾ വളരെ കാലമായിട്ട് മൂവ്മെൻറ്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. REC 100 രൂപ 120 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട്. ഇപ്പോൾ REC നല്ല രീതിയിൽ 500-ന് മുകളിലേക്ക് വരുന്നു. REC PFC പോലുള്ള ഓഹരികളെ നമുക്ക് ഇനി അങ്ങോട്ട് അവഗണിക്കാൻ സാധിക്കില്ല. സോ RECയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച ഉണ്ടാവുകയുണ്ടായി. ഒരു ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റുമായിട്ട് JNPA ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുകയുണ്ടായി. അതിൽ 45,000 കോടി രൂപയുടെ ഫണ്ടാണ് REC JNPAക്ക് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായി വരാൻ സാധ്യതയുള്ള വന്ദാവൻ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ടിങ് നടക്കുന്നത്. ഇത് RECയെ സംബന്ധിച്ചിട്ടും ആ ഒരു പോർട്ടിനെ സംബന്ധിച്ചിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു ഡീലാണ്. കാരണം JNPA സംബന്ധിച്ചിട്ട് പല ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുകളും ഡെവലപ്പ് ചെയ്ത് അതിന് RECയെ പോലുള്ളൊരു കമ്പനിയുടെ അല്ലെങ്കിൽ RECയെ പോലുള്ളൊരു പവർ സോഴ്സിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ്. വരുന്ന ദിവസങ്ങളിലും ഇനി കൂടുതൽ പ്രൊജക്റ്റുകളിലേക്ക് RECയുടെ സഹായങ്ങൾ എത്തിയേക്കാം. REC എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനി തന്നെയാണ്. പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് കമ്പനിയാണ്. അത് ഇങ്ങനെയുള്ള പല പ്രൊജക്റ്റുകൾക്കും വലിയ രീതിയിൽ ഫണ്ടിങ് നടത്തുന്ന ഒരു ഏജൻസിയാണ്. മാർച്ച് 30 അനുസരിച്ച് നോക്കുന്ന സമയത്ത് RECയുടെ മൊത്തം ലോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ 5.30 ലക്ഷം കോടി രൂപയുടേതാണ്. അത് അത്രയും വലിയൊരു NBFC ആണ്. ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യുന്നതാണ്. 72,351 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉള്ളൊരു കമ്പനിയാണ്. സോ ഈ പോർട്ടിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിരിക്കും. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടിങ്ങിലേക്കാണ് REC വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ 74% ഗവൺമെൻറ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ വന്ദാവൻ പോർട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ലോകത്തിലെ ഏറ്റവും വലിയ 10 കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിരിക്കും വന്ദാവൻ പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഫണ്ട് ചെയ്യുന്നത് അതിൻ്റെ അത്രയും വലിയ രീതിയിലുള്ള ഒരു റവന്യൂ ജനറേഷനൊക്കെ ഫ്യൂച്ചറിൽ വരാം. സോ RECയുമായിട്ടുള്ള ഈ ഒരു MOU നമ്മൾ സ്ട്രോങ് ആയിട്ട് കാണണം. ഇനി അത് മാത്രമായിട്ട് കാണണ്ട, RECയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ പവർ ഷോർട്ടേജ് എത്രമാത്രമുണ്ട്, വരുന്ന വർഷങ്ങളിൽ പവർ കൺസംഷന് വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ പവർ മിനിസ്ട്രി അടക്കം നമ്മളോട് സൂചിപ്പിച്ചതാണ്. അപ്പം വരുന്ന ദിവസങ്ങളിലും വരുന്ന വർഷങ്ങളിലേക്കും ഈ ഒരു സമയത്ത് ഇവിടെ നിന്നും കൂടുതൽ ഫോക്കസ് പോകാൻ സാധ്യത റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ ഇതുപോലുള്ള ഫണ്ടിങ് കമ്പനികളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ഓഹരി തന്നെയാണ് REC. ഇതൊരു വലിയൊരു ജൈജാൻറ്റിക് കമ്പനിയാണ്. സത്യം പറഞ്ഞാൽ ITC ഒക്കെ പോലെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ആ ഒരു രീതിയിലൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി തന്നെയാണ് REC, അതുതന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷനൊക്കെ. സോ ഇതിപ്പോൾ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റാലിയൊക്കെ നടത്തി നിൽക്കുന്നതാണ്. പക്ഷേ ഓരോ കറക്ഷനിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റോക്കാണ്. എൻ്റെ ഡിസ്ക്ലൈമർ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കാണ് RECയും അതുപോലെ തന്നെ PFCയും ഒക്കെ തന്നെ. സോ അതുകൂടി ഇവിടെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് RECയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കായിരുന്നു ADF ഫുഡ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള മുന്നേറ്റം, ഏകദേശം 20% മുകളിൽ റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത പല ഓഹരികളും നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്.
അതുപോലെ നമ്മൾ ബഡ്ജറ്റ് പിക്കായിട്ട് സംസാരിച്ചിരുന്ന സ്റ്റോക്കായിരുന്നു PNB ഹൗസിംഗ്. ഏകദേശം 760-775 റേഞ്ചുകളിലായിരുന്നു നമ്മളിത് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ ആഴ്ച ഏകദേശം 970-980 മുകളിലേക്ക് PNB ഹൗസിംഗ് വരികയുണ്ടായി. സോ അങ്ങനെ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ റിസർച്ച് ഐഡിയാസിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം. മറ്റൊരു ലോങ് ടേം ഐഡിയ ഞാൻ ഈ ആഴ്ച വീണ്ടും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിസർച്ച് നോട്ട്സുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നാളെയും മറ്റന്നാളുമായിട്ട് അതിൻ്റെ ലെവൽസ് കണക്റ്റായിട്ട് വരുന്ന സമയത്ത് വീണ്ടും ഒരു MNC സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ. ഒരുപാട് സ്റ്റോക്കുകൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില സ്റ്റോക്കുകളൊക്കെ തന്നെ ഞങ്ങളുടെ സ്വിംഗീസ് കിങ് മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നതാണ്. പലപ്പോഴായിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്തേക്കാം. ചില ഐഡിയാസ് നമ്മൾ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വേറെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരുപാട് സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. എന്താണെന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. മാർക്കറ്റ് മൊമെൻറ്റം എത്രമാത്രം ഉണ്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. 25,350 മുകളിലാണ് ഒരു പുതിയ ലെഗ് എന്ന് പറയുന്നത്. സോ 25,500 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ആയേക്കാം. അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു പ്രോഫിറ്റ് കൊറക്ഷനിലേക്ക് പോയേക്കാം. സോ സ്ട്രോങ് ആയിട്ട് നോക്കി നിൽക്കുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാരണം മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാലും തിരിച്ച് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്കിൽ റിക്കവറി കാണണമെങ്കിൽ നല്ല സ്റ്റോക്കുകളായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവാണെന്ന് പറയാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലുള്ള IPOകളും, അതിപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത IPOകളിൽ പോലും വലിയ രീതിയിലുള്ള ഫണ്ടിങ് വരുന്നു, വലിയ രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ വരുന്നു. എല്ലാ ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു. ഇതൊരു നല്ല സൈനല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ മേഖലകളിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തവർ പോലും വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പേടിക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ കുറച്ചുകൂടി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പൊസിഷൻസ്, അതായത് പ്രോഫിറ്റ് പൊസിഷൻസ് കവർ ചെയ്തിട്ട് മാത്രമാണ് പുതിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പേടിയാണ് എൻ്റെയും മനസ്സിലുള്ളത്. പക്ഷേ ഇതുവരെ നമുക്കൊരു സെൽ സിഗ്നൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് ശരിയായിട്ട് പറയാൻ പറ്റാത്തത്. നോക്കാം. വരുന്ന അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്ന സമയത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ മെമ്പേഴ്സിനും എസ്പെഷ്യലി അവർക്ക് പ്രയോറിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച വളരെ നീണ്ടുള്ള AU സ്മോൾ ഫിനാൻസ് ബാങ്കിലൊക്കെ നല്ല രീതിയിലുള്ള റാലി നമ്മൾ കണ്ടതാണ്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള സെക്ടറിലും സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിലും റാലിക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട്. വാല്യൂവേഷൻ ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന കമ്പനികളിൽ. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. മറ്റൊരു വീഡിയോ പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡെയിലി അപ്ഡേറ്റ്സുകളും മറ്റും ആയിട്ട് ചാനലിലേക്ക് ശരി. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ കണ്ട് ചുമ്മാ ക്ലോസ് ചെയ്ത് പോകാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ അറിയുന്ന മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവരും പഠിക്കുന്നവരായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ തന്നെയാണ്. IPO റിവ്യൂസൊക്കെ ഉണ്ട്, കാണുക. ഗാല പ്രിസിഷൻ്റെ ഒക്കെ IPO റിവ്യൂ നടത്തിയിട്ടുണ്ട്, അതൊക്കെ പോയി കാണുക. സോ ഹാവ് എ നൈസ് വീക്കെൻഡ്. എൻജോയ് യുവർ സെൽഫ്. ഒരു നല്ല ട്രേഡിംഗ് വീക്ക് അഹെഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.